രാഹുൽ ഗാന്ധിക്കെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന LDF-ന് തിരിച്ചടിയാകുമെന്ന കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവൻ. 4ാം തവണയും തന്റെ വിജയം ഉറപ്പെന്നും രാഘവൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കൊട്ടിക്കലാശത്തിരിക്കുമ്പോൾ എന്താണ് ഒരു പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്, ശുഭപ്രതീക്ഷയാണ്. എല്ലാ വിഷയങ്ങളും ചർച്ചയായ ഒരു മണ്ഡലമാണ്. എല്ലാ വിഷയങ്ങളും പൗരത്വ വിഷയം ഉൾപ്പെടെ എല്ലാ വിഷയവും ചർച്ചയായ മണ്ഡലമാണ്. എങ്ങനെയാണ് അവസാനമായിട്ട് പ്രതീക്ഷകൾ? ഞാനിപ്പോൾ 4 റൗണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി. അത് കൂടാതെ 4 തവണ സ്ക്വാഡുകൾ വീട് കയറി. ചിലപ്പോൾ ഇത് 5ാമത്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് വെച്ച് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഒരു ശാസ്ത്രീയമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന കാരണം ഇതാണ്. കാരണം ഓരോന്നും ഒരാളെ ഏൽപ്പിച്ചു, ഓരോ ചാർജ്. പണ്ടതല്ല, പണ്ട് ഒരാളിന് എല്ലാ സാധനവും, ഇപ്പോഴല്ല ഒരാൾക്കൊരു ജോലി. അത് വളരെ സത്യസന്ധമായി ഹോണസ്റ്റായി നടന്നു. വർക്കേഴ്സ് ഈ കാര്യത്തിൽ വളരെ ആക്റ്റീവാണ്. ജനങ്ങളാണെങ്കിലും ജാതിയില്ല, മതമില്ല, കക്ഷി രാഷ്ട്രീയമില്ല, അവരെല്ലാം തന്നെ പിന്തുണക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രി അടക്കം രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വരുന്നത് തിരിച്ചടിയാകുമോ? ഒരിക്കലാവില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ഭരണകൂടത്തെ, ഡൽഹിയിലെ ഭരണകൂടത്തെ, മോദിയെ അതിശക്തമായി എതിർക്കുന്ന ഒരു നേതാവ് മാത്രമുള്ളെന്ന് എല്ലാവർക്കും അറിയാം. അത് രാഹുൽ ഗാന്ധി. മറ്റാരും ധൈര്യം കാണിക്കുന്നില്ല. അദ്ദേഹം തുറന്നു പറഞ്ഞു, എന്നെങ്കിൽ എന്ത് വേണമെന്ന് ചെയ്യാം, പക്ഷെ ഉള്ള കാര്യം ഞാൻ പറയും. അത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഫലമായി എത്രയോ കേസുകളാണ് വരുന്നത്. ഇന്ത്യയിലെ എല്ലാ കോടതികളും വലിയ കേസാണ്. ഈ നോമിനേഷൻ പേപ്പർ ഫില്ല് ചെയ്യാൻ പോയത് അഡ്വക്കേറ്റ് ഷേർ സിംഗ് ആണ്. ഷേർ സിംഗ് എന്നോട് പറഞ്ഞു, ചേർത്താൽ തീരാത്ത കേസാണ് മുഴുവൻ, അതിന് എത്രയോ പേജ് വേണ്ടി വന്നു. അങ്ങനെ ക്രൈം ഇട്ട് കേസെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വിടുന്നത്, എന്നിട്ട് പോലും പതറിയില്ല, പിന്നോട്ട് പോയില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള പോരാട്ടമാണ്. ഞങ്ങൾ ഇത്തവണ എത്തും. രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്ററാകും, നരേന്ദ്രമോദി താഴെ പോകും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പ്രധാനമന്ത്രിയുടെ മിനിഞ്ഞാന്നത്തെ പ്രസംഗം കേട്ടാൽ എല്ലാവർക്കും ബോധ്യമാകും. പ്രൈം മിനിസ്റ്റർ അങ്കലാപ്പ് വന്നിരിക്കുന്നു, ഒരു സ്ഥലജല ഭ്രമം ബാധിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്. 4 തവണ വിജയിക്കും. 4ാം തവണ വിജയം ഉറപ്പാണ്. ഒരു സംശയം വേണ്ട. അതിൽ കേവലം കക്ഷി രാഷ്ട്രീയമോ ജാതിമതമോ ഒന്നുമല്ല. അതിലുപരിയുള്ള കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട്, പാരമ്പര്യം. അത് മതേതര പാരമ്പര്യമാണ്. സാമൂതിരി ഉണ്ടാക്കിയ ഒരു മതേതര പാരമ്പര്യമാണ്. അതിവിടെ കൃത്യമായി കാണും. അത് തകർക്കാൻ ശ്രമം നടന്നു 2 ഭാഗത്തും. രണ്ടും പരാജയപ്പെടാൻ വേണ്ടി പോവുകയാണ്. അതാണ് കോഴിക്കോട്ടെ പ്രമുഖരായ ജനങ്ങൾ. അതുകൊണ്ട് ഞാൻ ശുഭപ്രതീക്ഷയിലാണ്. ജൂൺ 4-ന് കൗണ്ടിങ് കഴിഞ്ഞാൽ നമുക്കന്ന് ബോധ്യമായ മുഴുവൻ ആളുകൾ കോഴിക്കോട് ജനങ്ങൾ എന്താണ്, ഏതാണ്. 4ാം തവണയും വിജയം ഉറപ്പാണെന്ന് തന്നെയാണ് MK രാഘവൻ പ്രതികരിക്കുന്നത്. വിഷുവിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ.